രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാനെടുത്ത തീരുമാനത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് വളരെ തന്ത്രപരമായി എടുത്ത ഒരു നിലപാടായി വിട്ട് വേണം നാം കരുതേണ്ടത്. കാരണം ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തെ നയിക്കേണ്ട നായകൻ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഒരുപക്ഷെ വിജയത്തിൽ എത്തിച്ചില്ല എങ്കിൽ പോലും കൂടെയുള്ളവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ BJP അത് വലിയ പ്രചരണായുധമാക്കി മാറ്റുക തന്നെ ചെയ്യുമായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ കുത്തക സീറ്റാണ്. സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ മത്സരിച്ച് വളരെ പുഷ്പം പോലെ ജയിക്കുന്ന ആ സീറ്റിൽ ഇത്തവണ ആ കുടുംബത്തിൽ നിന്ന് പോലും ഒരാൾക്ക് മത്സരിക്കാൻ ഭയമാണെന്ന് BJP പറഞ്ഞേനെ. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തയ്യാറായത്. പക്ഷേ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ആഗ്രഹം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിനോട് ആയിരുന്നു. പക്ഷേ അവർ മത്സരിച്ചില്ല, പകരം രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പ്രചരണം നയിക്കേണ്ട ഒരു നേതാവാണ്. മുൻപ് ഇതൊന്നും ആയിരുന്നില്ല കോൺഗ്രസിൻ്റെ സ്ഥിതി. അനവധി നേതാക്കന്മാരുണ്ടായിരുന്നു, ജനകീയരായ നേതാക്കന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രചരണത്തിന് അവർക്ക് ഇത്രയും റിസ്ക് ഇല്ലായിരുന്നു. ഇവിടെ എല്ലാം രാഹുൽ ഗാന്ധി തന്നെ നടത്തേണ്ട അവസ്ഥയിലാണ്. BJPക്ക് പോലും മോദിക്ക് ഒരു മാസം വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. കാരണം അതുമാത്രം നേതാക്കന്മാരാണ് BJPയിലുള്ളത്. അവർക്ക് 7 നിരയോളം നേതാക്കന്മാരുണ്ട്. പ്രചരണത്തിന് മോദി ഒരു മാസം പോയില്ലെങ്കിൽ പോലും ശക്തമായി പ്രചരണം നടത്താനുള്ള സംവിധാനം അവർക്കുണ്ട്. കോൺഗ്രസിന് ഇതൊന്നുമില്ല. എല്ലായിടത്തും ഓടിയെത്തേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. വയനാട്ടിൽ മത്സരിച്ച് ദക്ഷിണേന്ത്യയിലെ ആ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകർന്ന് കൂടുതൽ സീറ്റ് നേടുക, പകരം തകർന്നടിഞ്ഞുപോയ ഉത്തരേന്ത്യയിൽ തിരിച്ചുവരവ്, അതായത് UP അടക്കമുള്ളത് തിരിച്ചുവരവ് അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആ ഒരു വെല്ലുവിളി റായ്ബറേലി എന്ന് പറയുന്ന തങ്ങളുടെ പരമ്പരാഗതമായ സീറ്റിൽ തോൽക്കുകയാണെങ്കിൽ പോലും മത്സരിക്കുക എന്നുള്ളൊരു ചങ്കൂറ്റമാണ് രാഹുൽ ഗാന്ധി അവിടെ കാട്ടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ മുൻപേ തന്നെ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലിയിലോ അമേഠിയിലോ മത്സരിക്കാൻ സാധ്യതയുണ്ട്, വയനാടിനെ വിടും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഉയർത്തപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിക്കുമോ എന്ന ചോദ്യത്തിന് അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെ പറയാം. ഇനി അഥവാ അവിടെ ജയിച്ചാൽ തന്നെ വയനാട് കൈവിടേണ്ടി വരും. കാരണം വയനാട് കൈവിടുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് വലിയ നഷ്ടമൊന്നും സംഭവിക്കില്ല. കാരണം വയനാട് ഇനിയും കോൺഗ്രസ്സിന് ജയിച്ചു കയറാവുന്നൊരു സാധ്യതയുണ്ട്. കാരണം ലീഗ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ്. ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നിശ്ചയിക്കുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ വയനാട് നിന്നാൽ അവർക്കൊരു സീറ്റ് ജയിപ്പിച്ചെടുക്കാൻ കഴിയും. റായ്ബറേലി ആണ് എങ്കിൽ അധികമായൊരു സീറ്റ് അവർക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഇതൊരു കൈവിട്ട കളിയാണ്. കാരണം ഇത് ഇപ്പോൾ തന്നെ BJP പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു വയനാട് തോൽക്കുമെന്നുള്ള ഭയം കൊണ്ട് റായ്ബറേലിയിൽ വന്നിരിക്കുന്നു. മറുഭാഗത്ത് പറയുന്നു റായ്ബറേലിയിൽ ജയിച്ചാലും വയനാട് രാഹുൽ കൈവിടില്ല എന്ന്. അതായത് ഇങ്ങനെ ഒരു 2 മനസ്സിലേക്ക് വോട്ടർമാരെ എത്തിക്കുന്നതിൽ BJP വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മുൻകാലങ്ങളിൽ നമുക്കറിയാം നമ്മുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാം നരേന്ദ്രമോദി അടക്കം 2 ഇടങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു നേതാവും 2 ഇടങ്ങളിൽ മത്സരിക്കാറില്ല. ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ മാത്രമാണ് മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മുഖ്യ പ്രചാരകന്മാരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഒരിടത്ത് മാത്രമാണ് അവർ മത്സരിക്കുക. കാരണം അവർക്ക് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ തന്ത്രം അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. രാജസ്ഥാനും മധ്യപ്രദേശും അടക്കമുള്ളിടത്ത് അവർക്ക് കുറച്ച് കൂടുതൽ സീറ്റ് നേടിക്കൊടുക്കാൻ ഇതിന് ഉതകുമോ എന്ന് അറിയില്ല. എങ്കിൽ പോലും റായ്ബറേലിൽ മത്സരിക്കുക എന്നുള്ളത് അദ്ദേഹം തൻ്റെ പ്രവർത്തകർക്ക് നൽകുന്ന ഒരു ആവേശവും സന്ദേശവും ഒക്കെ തന്നെയാണ്. കാരണം താൻ തോറ്റ് പിന്മാറുന്നവനല്ല എന്നും പാർട്ടി ക്ഷയിച്ചിട്ടില്ല എന്നും ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് ഇനിയൊരു തെരഞ്ഞെടുപ്പിന് പോകാനുള്ള ഫണ്ട് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും വലിയ സംശയം നിലനിൽക്കുന്ന സാഹചര്യമാണ്. അവിടെ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ റായ്ബറേലിയിൽ മത്സരിച്ചാൽ സ്വാഭാവികമായി രാജസ്ഥാനും മധ്യപ്രദേശും ബീഹാറിലും അടക്കം മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് അതൊരു വലിയ പ്രചോദനവും ആവേശവുമായി മാറും. കാരണം ഈ പാർട്ടി നിലനിൽക്കേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, ഈ കോൺഗ്രസിൻ്റെ അണികളുടെ ഇല്ലെങ്കിൽ ആ നേതാക്കന്മാർ, കാരണം അവർ വളരെ കാലം വിയർപ്പൊഴുക്കി ഇല്ലെങ്കിൽ അവർ വലിയ ത്യാഗം ചെയ്ത് പടുത്തുയർത്തി ഒരു പാർട്ടി നശിക്കുന്നതിലേക്ക് അവർക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു തീരുമാനം വളരെ മികച്ച ഒരു തീരുമാനം എന്ന് പറയും. ഇവിടെ ജയമോ തോൽവിയോ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. കാരണം ജയിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയണം. കാരണം ഈ ജോഡോ യാത്ര ഒക്കെ ഈ അമേഠിയിലും റായ്ബറേലിയിലും ഒക്കെ കടന്നു പോയപ്പോൾ ന്യൂസ് ഇന്ത്യ മലയാളം വാർത്ത ചെയ്തിരുന്നത്. അതിൻ്റെ വീഡിയോ സഹിതമാണ് ഞങ്ങൾ വാർത്ത ചെയ്തത്. ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഈ ഇരുവശവും ജനം തിങ്ങിക്കൂടുന്നതും രാഹുൽ ഗാന്ധിയുടെ ഈ റാലികൾക്കും മറ്റും ആളില്ലാതെ ആ റാലി മാറ്റിവെക്കേണ്ട സ്ഥിതിയൊക്കെ വന്നത് ഞങ്ങൾ പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ഏതായാലും അവിടേക്ക് രാഹുൽ ഗാന്ധി വരുമ്പോൾ എന്ത് സംഭവിക്കും
സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം അവിടെ ഈ അമേഠിയയിൽ എങ്ങനെയാണോ രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്താൻ സ്മൃതി ഇറാനി പ്രവർത്തിച്ചത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ തേജ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന BJPയുടെ നിലവിലത്തെ മന്ത്രി റായ്ബറേലിയിൽ 2019 മുതൽ അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ച് വരികയാണ്. അവിടേക്കാണ് സോണിയാഗാന്ധിയുടെ തന്നെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അവിടേക്കാണ് നാളിതുവരെ കടന്നു ചെല്ലാത്ത രാഹുൽ ഗാന്ധി അവിടേക്ക് എത്തുന്നത്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഈ അടുത്ത കാലത്ത് പോയത് ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് മാത്രമാണ് അവിടെ പോയിരുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു തീരുമാനം മികച്ചൊരു തീരുമാനം തന്നെയാണ്. കാരണം അവിടുത്തെ പ്രവർത്തകർക്കോ ഇല്ലെങ്കിൽ അവിടുത്തെ നേതാക്കന്മാർക്കും ഒരു ആത്മവിശ്വാസം പകരാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ അദ്ദേഹം റായ്ബറേലിയിൽ ജയിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി വയനാട് സീറ്റ് വിടേണ്ടതായിട്ട് വരും. വയനാട് സീറ്റ് വിട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസിന് ഉറപ്പിച്ചൊരു സീറ്റായി മാറാം. അതല്ല എങ്കിൽ വയനാട് മത്സരിക്കുന്നത് വിടില്ല എന്നൊരു പ്രചരണം ഇപ്പോൾ തന്നെ BJP അഴിച്ചുവിട്ട സ്ഥിതിക്ക് റായ്ബറേലിയിൽ എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും റായ്ബറേലിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കാനെടുത്ത തീരുമാനം വളരെ മികച്ചത് എന്ന് പറയേണ്ടി വരും. ഇപ്പോഴേതാണ്ട് തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത് മോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന നിലയിലേക്ക് മാറ്റിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നാക്രമിച്ചതെല്ലാം രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസിനെയാണ്. ആ ഒരു ഫൈറ്റാണ് BJP എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത്, എല്ലാ കാലത്തും ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോഴേതാണ്ട് ആ ഫൈറ്റിലേക്ക് എത്തി. കാരണം പല വഴിക്ക് നിൽക്കുന്ന ശത്രുക്കളെ പല രീതിയിൽ ആക്രമിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ എല്ലാ കാലത്തെയും ലക്ഷ്യം. അതിൽ അവർ ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധി റായ്ബറേലിൽ എത്തുന്നതോടുകൂടി എല്ലാ കണ്ണുകളും അവിടേക്ക് എത്തുകയും UP പോലെ 80 സീറ്റുള്ള ഒരു വലിയ സംസ്ഥാനം, ആ സംസ്ഥാനത്തെ മുഴുവൻ BJPയുടെ ശക്തിയും അങ്ങോട്ടേക്കാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയെ ഒരു ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ തന്നെ അവർ തുടക്കം ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് രാഹുൽ ഗാന്ധി വേഴ്സസ് മോദി എന്ന രീതിയിലേക്ക് പ്രചരണം BJP മാറ്റിയെടുത്തു. കോൺഗ്രസ് അല്ല, BJP മാറ്റിയെടുക്കുകയാണ്. ബാക്കിയുള്ള പാർട്ടികളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു, ഇല്ലെങ്കിൽ അവർ അപ്രസക്തരാണ് എന്ന് BJP പറയാതെ പറഞ്ഞു വെക്കുകയും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ തന്ത്രവും അതിന് ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞ BJPയും ഇതിൻ്റെയൊക്കെ ഫലം ജൂൺ 4 കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതിനാണ് ന്യൂസ് നമ്മൾ ഇന്ന് പോയിന്റ്. നന്ദി, നമസ്കാരം.